യുഎയിലെ ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് ലഭിച്ചേക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മൃതദേഹം എന്ന് നാട്ടിലെത്തിക്കാനാകും എന്നതിലുൾപ്പെടെ തീരുമാനമാവുക. അതിനിടെ ദുരൂഹമരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം ഷാർജ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അരുൺ പാറാട്ട് വിവരങ്ങളുമായി. അരുൺ, ഇനിയിപ്പോൾ ഇതിന്റെ തുടർ നടപടികൾ എങ്ങനെയായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കും എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അനുജ, കഴിഞ്ഞ ശനിയാഴ്ചയാണ് അതുല്യയെ ഈ ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇപ്പോൾ അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് ഉൾപ്പെടെയുള്ള തുടർ നടപടികളാണ് ഇവിടെ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഫോറൻസിക് റിപ്പോർട്ട് ഇന്ന് ലഭിച്ചേക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഇതുതന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഏറെ നിർണായകമായ കാര്യവും. ഇന്നലെ പോസ്റ്റ്മോർട്ടം നടക്കുമെന്നായിരുന്നു അറിയാനായത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ ഷാർജയിലെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ഫോറൻസിക് റിപ്പോർട്ട് വന്നാൽ മാത്രമേ മരണകാരണം ഉൾപ്പെടെ മനസ്സിലാവുകയുള്ളൂ. ഈ റിപ്പോർട്ടിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടായാൽ ഭർത്താവ് സതീഷിന് ഇവിടെ വലിയ നിയമ നടപടികൾ നേരിടേണ്ടി വന്നേക്കും. നമുക്കറിയാം, അതുലയുടെ സഹോദരി ഇവിടെ ഷാർജയിലുണ്ട്. ഷാർജ ഇന്ത്യൻ അസോസിയേഷനാണ് ഈ അതുലയുടെ സഹോദരിക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നിയമസഹായങ്ങളും നൽകി വരുന്നത്. കഴിഞ്ഞ ദിവസം കുടുംബം മരണത്തിൽ അസ്വാഭാവികത ആരോപിച്ച് ഷാർജ പോലീസിലടക്കം പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രതികളൊപ്പമായിരുന്നു കുടുംബം ഇത്തരത്തിൽ പോലീസിനെ സമീപിച്ചത്. ഈ മരണത്തിൽ സംശയമുണ്ട് എന്നും ഈ സതീഷിന്റെ പങ്ക് അന്വേഷിക്കണം എന്ന് തന്നെയാണ് കുടുംബം പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ നാട്ടിൽ നടക്കുന്ന കേസിന്റെ വിവരങ്ങൾ, അതോടൊപ്പം തന്നെ പീഡനത്തിന്റെ ദൃശ്യങ്ങൾ, ഡിജിറ്റൽ തെളിവുകളെല്ലാം കുടുംബം പോലീസിന് കൈമാറിയിട്ടുണ്ട്. എന്തായാലും പോലീസിൽ നിന്നും നല്ല പിന്തുണ ലഭിക്കുന്നുവെന്നാണ് സഹോദരിയുടെ ഭർത്താവ് ഗോകുൽ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടിയിലേക്ക് കടക്കുക എന്നാണ് പോലീസ് ഇവരോട് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഈ ഷാർജ പോലീസിൽ കുടുംബം പരാതി നൽകിയല്ലോ അരുൺ. നേരത്തെ ഇയാളെ ജോലിയിൽ നിന്നൊക്കെ ആ കമ്പനി പിരിച്ചുവിട്ടിരുന്നു. ഷാർജ പോലീസിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയാണ്? ഇന്നിപ്പോൾ ഈ ഫോറൻസിക് റിപ്പോർട്ട് അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭിക്കുമെന്നാണ് നമുക്ക് കരുതുന്നത്. ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് അടിസ്ഥാനത്തിലായിരിക്കും ഈ പോലീസ് ഏത് രീതിയിലായിരിക്കും തുടർ നടപടിയിലേക്ക് കടക്കുക എന്നതടക്കമുള്ളതിലേക്ക് കാര്യങ്ങളിലേക്ക് പോവുക. കാരണം ഈ മരണത്തിൽ അസ്വാഭാവികത ഉണ്ട് എന്ന് തന്നെയാണ് കുടുംബം കൃത്യമായി തന്നെ ആരോപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട തെളിവുകളും ഈ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഈ ഇത്തരത്തിൽ അസ്വാഭാവിക മരണത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് പോലീസ് ഇവരോട് പ്രാഥമികമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ പോലീസിനെ തുടർ നടപടികൾക്ക് തുടക്കമാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഇന്ത്യൻ കോൺസുലേറ്റും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇന്ത്യൻ കോൺസുലേറ്റും ഇതുമായി ബന്ധപ്പെട്ട് ഷാർജ പോലീസിന് സഹായവുമായി രംഗത്തുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഈ ഫോറൻസിക് റിപ്പോർട്ടാണ് ഈ വിഷയത്തിൽ ഇനി ഏറെ പ്രധാനം. അത് ഇന്ന് വരുമെന്നാണ് നമ്മൾ കരുതുന്നത്. അതെ, ഷാർജയിൽ കഴിഞ്ഞ ദിവസമാണ് മരിച്ച നിലയിൽ കൊല്ലം ചവറ തെക്കും ഭാഗം സ്വദേശി അതുല്യയെ കണ്ടെത്തിയത്. അതുല്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് അരുൺ പാറാട്ട് നൽകിയ വിവരം. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിൽ ഉൾപ്പെടെ തീരുമാനമെടുക്കുക റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാകും എന്നതാണ് അരുൺ നൽകിയ വിവരം.